ജമാഅത്തെ ഇസ്ലാമി മുഖപത്രമായ മാധ്യമത്തിന് ശമ്പളമില്ലാത്തതിനെ തുടർന്ന് പ്രതിഷേധവുമായി ജീവനക്കാർ. സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ കോഴിക്കോട് മുതലക്കുളത്ത് നടന്ന ധർണ CITU അഖിലേന്ത്യാ സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഞങ്ങളെ കൊണ്ട് മാറ്റിക്കാൻ ഇടവരുത്. ഞങ്ങൾ എല്ലാ പത്രങ്ങളെയും ബഹുമാനിക്കുന്നവരാണ്, എല്ലാ മാധ്യമങ്ങളെയും ബഹുമാനിക്കുന്നവരാണ്. ഞങ്ങൾക്കെതിരെ തൊഴിലാളി പ്രവർത്തകർക്കെതിരെ ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ ചരമക്കോളത്തിന്റെ പ്രാധാന്യം പോലും തരുന്നില്ലെങ്കിൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ട്രേഡ് ഓഫീസിൽ നിന്നും ഞങ്ങള് എല്ലാ ദിവസവും നടത്തുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വാർത്തകൾ കൊടുക്കാനും വീണ്ടും അവരെ സ്നേഹപൂർവ്വം ഇന്നൊരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുകയും അത് വീണ്ടും പരസ്യപ്പെടുത്താനും തയ്യാറാവുന്നവരാണ്. മാധ്യമം പത്രം യഥാർത്ഥത്തിൽ ഈ ജീവനക്കാരുടെ കഴിവുകൊണ്ട് മാത്രം വിദേശ രാജ്യങ്ങളിലടക്കം ദുബായ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലടക്കം നല്ല വിധത്തിൽ പോകുന്നതും വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിലെ മുഖ്യധാര പത്രത്തോടൊപ്പം തന്നെ നിലവാരമുള്ള വിദേശ വാർത്തകളടക്കം സ്പോർട്സ് വാർത്തകളടക്കം നല്ല വാർത്താവുകൾ പ്രാധാന്യമുള്ള ഒരു പത്രമായി മാറിയതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ മാധ്യമത്തിന് നിലവിലുള്ള മാനേജ്മെന്റിനുള്ള CEO-യും എല്ലാവരും ഫൈനാൻസ് മാനേജറുകളടക്കമുള്ള ചെയർമാനോ മാത്രമല്ല ഇവിടെ പണിയെടുക്കുന്ന ജീവനക്കാരുടെ കാഴ്ചപ്പാടും അവരുടെ കൂലികയും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പത്രമാക്കി മാറ്റുന്നതിന് വേണ്ടി വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് അവരെ പഴയത്തിലെ പോലെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമാണ്. ഈ വർഷത്തിന്റെ തുടക്കത്തിലും ശമ്പളം നിഷേധിച്ചതിനെ തുടർന്ന് ജീവനക്കാർ സമരം നടത്തിയിരുന്നു. അന്ന് ജീവനക്കാർക്ക് 4 മാസത്തോളം ശമ്പളം ലഭിച്ചിട്ടില്ലായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമത്തിൽ വർഷങ്ങളായി ശമ്പള പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ജീവനക്കാർ ശമ്പളത്തിനു വേണ്ടി സമരം ചെയ്തിട്ടും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടുകൾ ഇതുവരെ ഉണ്ടായിരുന്നില്ല. PK നാസർ, ബിജു ആന്റണി, PK മുകുന്ദൻ, C നാരായണൻ, അബ്ദുൾ ബഷീർ, സുരേഷ് എടപ്പാൾ, AK സത്യ, രതീഷ് കുമാർ, AT അബ്ദു, ഫിറോസ് ഖാൻ, K രാജീവ് എന്നിവർ സമരസമിതിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം. Hi Tamanna. This is so tough, yeah. Venda is I don't want. Aha. Venda is did it boil? Yay! അങ്ങനെ മലയാളം ഭാഷയും പഠിച്ചു. അപ്പൊ എങ്ങനെയാ കോഴിക്കോട് നിഷ്കയുടെ ഇനോഗ്രേഷന് പോകാൻ റെഡിയല്ലേ? ഇനി തമന്നയും മലയാളം പറയും. തമന്ന വരുന്നു കോഴിക്കോട്. നിഷ്ക മൊമെന്റ് ജ്വല്ലറി.